ഹലോ മക്കളെ, 5ാം ക്ലാസ് പഠിക്കുന്ന മിസ്സിൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ മിസ്സിൻ്റെ ക്ലാസ് കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗസ്സിങ് ഗെയിമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വായിച്ചു നോക്കാം. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. അപ്പം നിങ്ങൾ പാഠഭാഗത്തു നിന്ന് ചെസ്റ്റർ റാക്കോൺ പല സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ. ഹാപ്പി, സാഡ്, ഡാൻസിങ്, അതുപോലെ സ്നേഹം, അങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഇഷ്ടമുള്ള വാക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഗസ് ദ വേർഡ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ ഗസ് ചെയ്യുന്ന വേർഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വിൽ ബി ദ വിന്നേഴ്സ്, അവരാണ് വിന്നേഴ്സ് ആവുക. ഒരു പക്ഷേ ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, ഫ്രണ്ട്സിന് നിങ്ങൾ കാണിക്കുന്ന വാക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യു വിൽ ബി ദ വിന്നർ, നിങ്ങളായിരിക്കും വിന്നർ. അങ്ങനെ ഒരു ഗസ്സിങ് ഗെയിം കളിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ആക്ടിവിറ്റി 1. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി, ഹാവിൻ യു, നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് എൻജോയ് ചെയ്തോ. ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റാക്കോൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്, ഈ സ്റ്റോറിയിൽ ചെസ്റ്റർ റാക്കോണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സ് പറയുന്നുണ്ട് അല്ലേ. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ, കുറച്ച് ഫീലിങ്സ്, ചെസ്റ്റർ റാക്കോണിൻ്റെ കുറച്ച് ഫീലിങ്സ് കോളം എയിൽ തന്നിട്ടുണ്ട്. ഇനി മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. ഇപ്പോൾ കോളം ബിയിൽ നമ്മുടെ ഫോണിലൊക്കെ കാണലില്ലേ, അതുപോലത്തെ കുറച്ച് ഇമോജീസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഇമോജീസ് ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്നത് നോക്കുക. ഒന്നാമത്തെ ചെസ്റ്റേഴ്സിൻ്റെ ഫീലിംഗ് വായിച്ചു നോക്കിയാലോ. വെൻ ഹീ ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, അവന് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പോൾ ഏതാണ്, അപ്പോൾ അവന് ഹാപ്പിയാണ് അല്ലേ. അപ്പം രണ്ടാമത്തെ ഇമോജിയിലേക്ക് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പുതിയ കുട്ടികളെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവന് പേടി തോന്നുന്നത് ഏത് ഇമോജിയാണ്? അതെ, ഏറ്റവും ലാസ്റ്റത്തെ ഇമോജി അല്ലേ, ഒരു പേടിപ്പെടുത്തുന്ന മുഖമല്ലേ അത്. അടുത്തതായിട്ട് വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അവൻ്റെ അമ്മ അവനെ നിർബന്ധിക്കുകയാണ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് ഏത് ഇമോജി ആയിരിക്കും? ഇതാ ഫസ്റ്റത്തെ ഈ ഒരു ഇമോജിയാണ് കേട്ടോ. അടുത്തതായിട്ട് വെൻ ഹീ ഗെറ്റ്സ് മദേഴ്സ് കിസ്, അവൻ്റെ അമ്മയുടെ കിസ് എങ്ങനെയാണ്? വളരെ സന്തോഷമാണ് അല്ലേ, വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അത് അവന് ലവ് ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഇമോജിയിലേക്ക് വരച്ചു കൊടുക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആർട്ട് ഗാലറി, ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. അതായത് നമ്മുടെ കൈ ഒരു പേപ്പറിൽ വെച്ചിട്ട് അത് ചുറ്റുഭാഗം വരച്ച് കൈയുടെ അതേ ഷേപ്പിൽ പ്രിൻ്റ് എടുക്കുക. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലോവ്ഡ് വൺസ്. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് ഓൺ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഒരു കളറിൽ മുക്കിയിട്ട് ഒരു പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈ തന്നെ വരച്ചും കൊണ്ട് പ്രിൻ്റ് ചെയ്യുകയോ, അങ്ങനെ പല രീതിയിൽ നല്ല അടിപൊളിയാക്കിയിട്ട് കളറൊക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സിബിഷൻ വെക്കാൻ പറ്റും, ക്ലാസ്സിൽ വെക്കാൻ പറ്റിയ പോലത്തെ നല്ല അടിപൊളി ഒരു പിക്ചർ ആക്കിയെടുക്കുക, ഒരു പേപ്പർ ആക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു A4 പേപ്പറിൽ നല്ല അടിപൊളിയാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒരു മരത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കൈയിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ട് അത് ഒരു മരത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ പലതും ചെയ്യണം. അതിനെ നിങ്ങളുടെ കൈ തന്നെ നിങ്ങൾക്ക് പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ട് നല്ല കളർ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അടുത്തതായിട്ട് ആക്ടിവിറ്റി 4 ആണ്. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. അതായത് ഈ കഥയിലുള്ള കുറച്ച് ഭാഗങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, ഓർഡറിലല്ലാതെ കൊടുക്കുന്നതിനാണ് നമ്മൾ ജംബിൾഡ് എന്ന് പറയുക. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അവിടെ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ ഇത് ഓർഡറിലാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? മിസ് റാക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ് റാക്കോൺ ഒരു വണ്ടർഫുൾ സീക്രട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണോ കഥയിൽ ഫസ്റ്റത്തത്? അല്ല അല്ലേ.
ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്ററുടെ അമ്മയുടെ കയ്യിൻ്റെ പിന്നെ നടുഭാഗത്ത് കിസ് ചെയ്തതാണോ ഫസ്റ്റത്തത്? അല്ല അല്ലേ. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതെ, അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്ന് അമ്മയോട് പറയുന്നതാണല്ലേ ഫസ്റ്റത്തത്. അപ്പോൾ അത് നമുക്ക് ഒന്നാമതായിട്ട് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് വരുന്നത് ഏതാണ്? മിസ് റാക്കോൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അപ്പോൾ സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ട് അവനൊരു വണ്ടർഫുൾ സീക്രട്ട് മിസ് റാക്കോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. അതാണല്ലേ രണ്ടാമത്തത്. അടുത്തതായിട്ട് മിസ് റാക്കോൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്ററിൻ്റെ കൈയിൻ്റെ നടുക്ക് അമ്മ ഉമ്മ കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ് മൂന്നാമതായിട്ട് എഴുതേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അതായത് അമ്മയുടെ കയ്യിൽ ചെസ്റ്റർ കിസ് ചെയ്യുന്നതാണ് നാലാമതായിട്ട് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? ഏറ്റവും ലാസ്റ്റത്തത്. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ സ്കൂളിലേക്ക് ഡാൻസും കളിച്ച് പോകുന്നത് അമ്മ നോക്കി നിൽക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് എഴുതേണ്ടത്. അതായത് ഇതിൽ നാലാമത്തതാണ് ഏറ്റവും ലാസ്റ്റ് വരിക കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒരു കാലി ബോക്സ് കൊടുത്തിട്ടില്ലേ, അതിലേക്ക് ഇങ്ങനെ 1 2 3 ആക്കിയിട്ട് താഴെ റെഡിക്ക് എഴുതുക കേട്ടോ. തെറ്റിച്ച് കൊടുത്തത് ഞാനിപ്പം പറഞ്ഞ ഓർഡറിൽ താഴേക്ക് എഴുതിയെടുക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. 5 എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെസ്റ്റർ റാക്കോൺ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റാക്കോണിന് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല അല്ലേ. ഹിസ് മദർ കമ്പൽസ് ഹിം. കമ്പൽസ് എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയാണ്, അമ്മ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അവർ രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഒരാൾ ചെസ്റ്ററായിട്ടും നിങ്ങളുടെ ഫ്രണ്ട് മദറായിട്ടും അങ്ങനെ ഒന്ന് റോൾ പ്ലേ ചെയ്ത് നോക്കുക, അഭിനയിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ചെസ്റ്റർ എന്താ ഫസ്റ്റ് പറയുന്നത്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമല്ല എന്ന് പറയാം അല്ലേ ചെസ്റ്റർ. അപ്പോൾ മദർ എന്ത് പറയും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക കേട്ടോ. എന്നാലും ഞാൻ പറയാണ് ബട്ട് വൈ ചെസ്റ്റർ. പക്ഷേ എന്തുകൊണ്ടാണ് ചെസ്റ്റർ എന്ന് ചോദിക്കുകയാണ് അമ്മ. ഇത് മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പേപ്പറിൽ എഴുതി കാണിക്കുക കേട്ടോ. പിന്നെ ചെസ്റ്റർ എന്താണ് ചോദിക്കുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു മോം. എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടാത്തതെന്ന് പറയാണ്. അപ്പം മദർ എന്ത് പറയും? ബട്ട് യു ഹാവ് ടു ഗോ ടു സ്കൂൾ ലൈക്ക് അതർ കിഡ്സ്. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നീ സ്കൂളിൽ പോകാതെ നിൽക്കുകയാണോ എന്ന് ചോദിക്കും. അതിന് ചെസ്റ്റർ എന്താണ് മറുപടി പറയുക? ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം ഇറ്റ് സെൽഫ്. എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണം വീട്ടിൽ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ മദർ എന്ത് പറയും? ഡോണ്ട് ബി സ്കയേർഡ് ചെസ്റ്റർ, യു ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ദർ എന്ന് പറയാണ് അമ്മ. എന്ത് പറയാണ്? നീ ഇങ്ങനെ പേടിക്കേണ്ട, നിനക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടും എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുക? ഒരുവന് വലിയ ഭാവമാറ്റമൊന്നുമില്ല കേട്ടോ. ഐ ഹാവ് ഫ്രണ്ട്സ് ഹിയർ ടു. എനിക്ക് ഇവിടെ തന്നെ ഉണ്ട് ഫ്രണ്ട്സുകൾ, പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് ചെസ്റ്റർ. അപ്പോൾ മദർ എന്ത് പറയും? ബി ബ്രേവ് ഡിയർ, നീ ഒന്ന് ഉഷാറാവ്, നീ ഇങ്ങനെ നിൽക്കല്ലേ. ഐ വിൽ ടെൽ യു എ സീക്രട്ട്, ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെസ്റ്ററിന് ഒരു ആകാംക്ഷയൊക്കെ വന്ന് ചെസ്റ്റർ ചോദിക്കുകയാണ്, ടെൽ മീ മോം ഐ വാണ്ട് ടു. എനിക്ക് അറിയണം, വേഗം പറയും അമ്മയെന്ന് പറയാണ് കേട്ടോ. അപ്പം മദർ എന്ത് പറയും? ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ കിസ്സിങ് ഹാൻഡ് എന്താണെന്നൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ അത് ഞാനൊന്നൊരു പേപ്പറിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അത് മക്കൾ വേണമെങ്കിൽ പകർത്തി എഴുതിക്കോളൂ. എന്തായാലും മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളെപ്പോഴും സംഭാഷണം എഴുതുമ്പം ചെസ്റ്റർ മദർ അത് ഒരേ ലൈനിലിട്ടിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഇത് കൊടുക്കരുത് കേട്ടോ. ഇത് ഈ എഴുത്ത് കൊടുക്കാൻ പാടില്ലേ. എനിക്ക് കഴിയും പോലെ ടൈപ്പ് ചെയ്തതാണ്. നിങ്ങൾ ചെസ്റ്റർ എന്ന് എഴുതുക, എന്നിട്ട് അതിൻ്റെ നേരെ ചെസ്റ്റർ പറഞ്ഞത് എഴുതുക. എന്നിട്ട് ചെസ്റ്ററിൻ്റെ തൊട്ട് നേരെ തന്നെ താഴെയായിട്ട് മദർ എഴുതുക. മദറും ചെസ്റ്ററും എഴുതുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ആ സെൻറ്റൻസ് കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 6 നോക്കാം. ആക്ടിവിറ്റി 6 എന്താ പറയുന്നത്? ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂളിൻ്റെ ഓഫീസിൽ ചെസ്റ്ററും മദറും കൂടെ പോയതാണ് കേട്ടോ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ചെസ്റ്റർ എന്ത് ചെയ്യാണ്? ചുറ്റുപാട് നോക്കുകയാണ്. അവൻ അവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഡിസ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രൈബ് ഇറ്റ്.
അപ്പോൾ നമ്മൾ താഴെ അവൻ എന്തൊക്കെയാണ് അവിടെ കാണുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട് അല്ലേ. ഹെഡ് മാസ്റ്ററുടെ കയ്യിലൊരു പേനയുണ്ട്, താഴെ ടേബിൾ മേൽ ബുക്ക് ഉണ്ട്, പിന്നെ ഹെഡ് മാസ്റ്ററിന് എഴുതിയിട്ടുള്ള നെയിം ബോർഡ് ഉണ്ട്, പിന്നെ ഡസ്റ്റ്ബിൻ ഉണ്ട് സൈഡിൽ, അതുപോലെ തന്നെ ഒരു മാറ്റ് ഉണ്ട്, പിന്നെ ചുമരിൻ്റെ മുകളിൽ എന്തുണ്ട്, ക്ലോക്ക് ഉണ്ട്, സ്കൂളിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ടീച്ചേഴ്സ് അപ്പുറത്തൊരു ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാൾ ബുക്ക് വായിക്കുകയാണ്. ഒരാളുടെ മുന്നിൽ ടേബിൾ മേൽ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ അതിൽ നമുക്കൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് പോലെ അതും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചുരുക്കി എഴുതുകയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ കണ്ടതെല്ലാം കൂടെ അപ്പോൾ ഞാനൊന്ന് എഴുതി കാണിക്കാം. നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ടെക്സ്റ്റിലോട്ട് എടുത്ത് എഴുതിയാൽ മതിയേ. അപ്പോൾ എന്തൊക്കെയാണ്? Chester saw the headmaster sitting on his chair in the office. Headmaster was holding a pen. There was dustbin near the table. An assistant was standing near him. The name of the school was written on a board. There was a clock on the wall. 2 teachers are sitting there. 1 teacher was reading a book. അതുപോലെ തന്നെ there was a computer on their table. പിന്നെയോ എ ടീച്ചർ വാസ് ടേക്കിംഗ് ക്ലാസ് ഇൻ ദ നിയർ ബൈ റൂം. അടുത്തത് ഏതാണ്? ആക്ടിവിറ്റി 7 ആണ് അല്ലേ. അതിലെന്താ പറയുന്നത് നോക്കാട്ടോ. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് ടീച്ചറുടെ പേരും സ്ഥലവും വീടും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഷീ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് പറയാണ് ഇനി നിങ്ങളെല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ്. അപ്പോൾ ചെസ്റ്റർ എന്തെഴുതു? എഴുന്നേറ്റ് നിന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അതെന്താ നോക്കിയാലോ ചെസ്റ്റർ കൊടുത്തത്. അപ്പോൾ മൈ സെൽഫ്, ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ടോ? ക്ലാസ്സിൽ നിന്ന് പുതുതായിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് വേണം കേട്ടോ തുടങ്ങാൻ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റാക്കോൺ. ഞാൻ ചെസ്റ്റർ റാക്കോൺ ആണ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റാക്കോൺ. എൻ്റെ ഫാദർ ആരാണ്? മിസ്റ്റർ റാക്കോൺ ആണ്. മൈ മദർ ഈസ് കെൽസ റാക്കോൺ. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ വളരെ ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഓടുന്നതും ചാടുന്നതും കളിക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ്. പുതിയ ഫ്രണ്ട്സിനൊക്കെ വളരെ ഇഷ്ടമാണ് എന്ന്. ഇനി താഴെ നമ്മൾ എന്താ ചെയ്യാനുള്ളത് നോക്കിക്കേ. നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൈ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്പേസ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയണം? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയണം അല്ലേ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ആരാണെന്ന് വെച്ചാൽ പേരെഴുതുക. ഞാനിവിടെ എൻ്റെ മോളെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്, നിയ മിൻഹ. പിന്നെന്താണ്? ഐ ആം ഫ്രം കോഴിക്കോട്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പിന്നെ മൈ ഫാദേഴ്സ് നെയിം ഈസ് പറഞ്ഞിട്ട് ഫാദറിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഞാൻ മുജീബ് എന്ന് കൊടുക്കുന്നുണ്ട്. മൈ മദർ നെയിം ഈസ് പറഞ്ഞിട്ട് അമ്മയുടെ പേര് കൊടുക്കുക. ഞാൻ ഷഫീല എന്ന് കൊടുക്കുന്നുണ്ട്. ഐ ലവ് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിനെ വളരെ ഇഷ്ടപ്പെടുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ലൈക്ക്, എനിക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ്? ഡ്രോയിങ്, ഡാൻസിങ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അത് അവിടെ കൊടുക്കാം. പിന്നെന്താണ്? ഐ വുഡ് ലൈക്ക് ടു ലേൺ ന്യൂ തിങ്സ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. അതെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ആക്ടിവിറ്റി 8 ആണ്. 8 എന്താ നോക്കിയാലോ. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ. അപ്പം ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ദ ഹാപ്പൻ ടു സീ എ നോട്ടീസ്. അപ്പോൾ സ്കൂളിലെത്തിയ സമയത്ത് അവിടെ ഒരു നോട്ടീസ് ബോർഡ് കാണുകയാണ്. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. അങ്ങനെ അവർ ആ നോട്ടീസ് വായിക്കുകയാണ്. അതിൽ ഡോസ് ഉണ്ട്, അതുപോലെ ഡോൺസും ഉണ്ട് കേട്ടോ. ഡോസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. ക്ലാസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന്. പിന്നെയോ
ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യണം എന്ന് പറയാണ് കേട്ടോ. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം. കറക്റ്റ് ടൈമിൽ ടീച്ചേഴ്സ് തരുന്ന വർക്കൊക്കെ ചെയ്ത് തീർക്കണം. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. അതായത് ക്ലാസ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കിനും സ്കൂളിലെത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂള് എപ്പോഴും വൃത്തിയായിട്ട്, ക്ലാസ്സും സ്കൂളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഡോൺസിൽ എന്താ വരുന്നത്? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. രാവിലത്തെ അസംബ്ലി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. പിന്നെ സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല അല്ലേ. പിന്നെ ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അതായത് പിന്നെ വേണ്ടാത്ത സംസാരങ്ങളൊന്നും, ചീത്ത സംസാരങ്ങളൊന്നും ഉണ്ടാവരുതെന്നാണ് പറയുന്നത്. പിന്നെ ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലേ, സ്കൂളിൽ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്നും നമ്മൾ നശിപ്പിക്കരുത് കേട്ടോ, ഡാമേജ് വരുത്തരുതെന്നാണ് പറയുന്നത്. പിന്നെ ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസൈസ്. അതായത് വേസ്റ്റ് ഒന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് കളിക്കരുത്. കടലാസ് വലിച്ചെറിഞ്ഞ് കളിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കളികളുണ്ടല്ലോ, അതൊന്നും ക്ലാസ്സിൽ നിന്ന് കളിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. ഒരു ദിവസം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ഒരു ടീച്ചർ ഇല്ല, ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ റൈറ്റ് ഡൗൺ ദ ഡോസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇവിടുത്തെ തന്നിട്ടുണ്ട് ഡോസിൻ്റെത്. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ പറ്റും? സ്റ്റഡി നോട്ട്സ് അല്ലേ, ഒഴിവുള്ള സമയത്ത് നമുക്ക് നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഡു റോൾ പ്ലേ പറ്റും. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കഥാപാത്രമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ അഭിനയിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കളിക്കാനൊക്കെ പറ്റും. പിന്നെ റീഡ് ബുക്സ്, ബുക്കൊക്കെ വായിക്കാൻ പറ്റും. പിന്നെയോ ഡു ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും അല്ലേ, അന്ന് തന്നിട്ടുള്ള ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ കണ്ടക്റ്റ് കിസ്സൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കിസ് മത്സരങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് യുവർ നോട്ട്. ഏതെങ്കിലും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ഡോൺസ്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. മറ്റുള്ള ക്ലാസ്സുകളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അല്ലേ. പിന്നെയോ ഡോൺ ഷൗട്ടഡ്, നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അല്ലേ. പിന്നെ ഡോൺ ഫൈറ്റ്, ഇങ്ങനെ കച്ചറ കൂടുക, അടിപിടി കൂടുക, അതൊന്നും ചെയ്യാൻ പാടില്ല. ഡോൺ ബ്രേക്ക് എനിത്തിങ്, ഒന്നും നശിപ്പിക്കാൻ പാടില്ല കേട്ടോ. പിന്നെയോ ഡോൺ ത്രോ തിങ്സ്, ഡോണ്ട് ഗോ ഔട്ട് ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോകാനും ഒന്നും പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം, അത് നോക്കിയിട്ട് എഴുതിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് എഴുതിക്കോളി. അടുത്തതായിട്ട് ആക്ടിവിറ്റി 9 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. നമ്മുടെ കഥയിലുള്ള കുറച്ച് ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിലുള്ള കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ നോക്കാം. ഒന്നാമത്തത് ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതിൽ വിത്ത് എന്നുള്ളതിനാണ് അടിവര ഇട്ടിട്ടുള്ളത്. അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ കളിക്കണം. കൂടെ എന്നുള്ളതാണ് വിത്ത് കൊണ്ട് അർത്ഥാക്കുന്നത്. ഐ വാണ്ട് ടു സിങ് ഓൺ ദ സിങ്. ഇവിടെ ഓൺ എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് മുകളിൽ എന്നാണ് അല്ലേ, ഓൺ ദ ടേബിൾ എന്നൊക്കെ പറയുന്ന മാതിരി ഓൺ ദ സിങ് കേട്ടോ. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അതായത് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്ക്, ലേക്ക് എന്നുള്ള അർത്ഥമാണ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമില്ല എന്നാണ്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ നിന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് കയ്യിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോയി എന്നാണല്ലോ പറയുന്നത് ചെസ്റ്റർ കിസ് ചെയ്തപ്പോൾ, അതാണ് പറയുന്നത്. അവിടെ നിന്ന്, കയ്യിൽ നിന്ന് എന്നൊക്കെ പറയും പോലെ ആ ഒരു സംഭവമാണ് ഫ്രം എന്നുള്ളത്. എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഫ്രം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് പിക്ക് ഔട്ട് എ ന്യൂ ഫെമിലിയർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫെമിലിയർ ആയിട്ടുള്ള സെൻറ്റൻസ് ഇതുപോലെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിങ്ങൾ ഓരോ ലൈൻസ് എടുത്ത് നോക്കിയാൽ വിത്ത് വരുന്ന ലൈൻസും ഓൺ എന്ന് വരുന്നതും അതുപോലെ ടു വരുന്ന ലൈൻസും
ഫ്രം വരുന്ന ലൈൻസും. ആ ലൈൻസ് എടുത്ത് നിങ്ങൾ ഓരോരോ ലൈൻസിൽ എഴുതി താഴെ ഈ കോളങ്ങൾ ഫില്ല് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അത് ഇഷ്ടം പോലെ ഉണ്ട് ചാപ്റ്ററിൽ. നിങ്ങൾ വിത്ത് വരുന്നത് തന്നെ ആദ്യം കുറച്ച് ലൈൻസ് നോക്കുക, പിന്നെ അതുപോലെ ഓൺ വരുന്ന ലൈൻസ് നോക്കുക, പിന്നെ ടു വരുന്ന ലൈൻസ് നോക്കുക, അതുപോലെ തന്നെ ഫ്രം വരുന്ന ലൈൻസ് നോക്കിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി ഫുള്ളാക്കുക കേട്ടോ. അടുത്തതായിട്ട് ആക്ടിവിറ്റി 10 ആണ്. 10ൽ എന്താണ് പറയുന്നത്? ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റാക്കോൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ചെസ്റ്റർ റാക്കോണും അവരുടെ ക്ലാസ് ടീച്ചറും കൂടിയുള്ള ഒരു സംഭാഷണമാണ് താഴെ തന്നിട്ടുള്ളത്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. കുറച്ച് വേർഡ്സ് മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് വിത്ത്, ടു, ഫ്രം, ഇൻ. വിത്ത് പറഞ്ഞാൽ കൂടെ, പിന്നെ ടു ഇതിലേക്ക് എന്നൊക്കെ പറയും പോലെ, ഫ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന്, ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ ഇവിടെ മിസ്സായിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ടീച്ചർ പറയാണ്, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവൻ്റെ പേര് ചോദിക്കുകയാണ് ടീച്ചർ. അപ്പം ചെസ്റ്റർ എന്ത് മറുപടി പറയും? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കോൺ. അപ്പോൾ ടീച്ചർ എന്താണ് പറയുക? വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ചെസ്റ്റർ എന്ത് പറയും? ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്, ഇറ്റ്സ് നൈസ് പ്ലേസ് എന്ന് പറയാണ്. ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവന് കാട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് എങ്ങനെയാണ് പറയുക? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ് അല്ലേ? അവിടെ നിന്നാണ് എന്നുള്ളതല്ലേ ഫ്രം എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് എ നൈസ് പ്ലേസ്, അത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. നിനക്ക് എന്താണ് ഫോറസ്റ്റ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ് അവിടെ ഇഷ്ടപ്പെടാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ എന്താ വേണ്ടത്? ഫോറസ്റ്റിൽ എന്നുള്ളത് ഇൻ ദ ഫോറസ്റ്റ് അല്ലേ? അടുത്തതായിട്ട് ചെസ്റ്റർ ചോദിക്കുകയാണ്, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ചെസ്റ്ററിന് എന്താണ് അവിടെ ഇഷ്ടപ്പെട്ടത്? കാട്ടിലുള്ള മരത്തണലിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ദാറ്റ് മസ്റ്റ് ബി ഫൺ. അത് ഭയങ്കര രസമുള്ള കളിയാണ്. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിനക്ക് ഏത് കളിയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുകയാണ് കേട്ടോ ടീച്ചർ. ചെസ്റ്റർ പറയുകയാണ്, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് എനിക്കിഷ്ടം. ഡാഷ് മൈ ഫ്രണ്ട്സ്, ഫ്രണ്ട്സുകളുടെ കൂട്ടുകാരുടെ കൂടെ. കൂടെ എന്നുള്ളത് എന്താ നമ്മൾ പറയുക? വിത്ത്, WITH, വിത്ത്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലതാണ്. ചെസ്റ്റർ വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ അവിടെ എന്താണ് വീട്ടിലേക്ക് എന്നുള്ളതിന് എന്താണ് വേണ്ടത്? ടു അല്ലേ? അപ്പോൾ എന്താണ്? വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്. അപ്പോൾ ചെസ്റ്റർ എന്ത് പറയുന്നു? വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ടീച്ചർ എന്ത് പറയും? ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് കഴിയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റി 11 ആണ്. The following is the diary entry of Ainu. There are some errors in it. Read and edit it. അതായത് ഐനുവിൻ്റെ ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത് തന്നെ എന്താണ്? ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. അതിൽ ഐ എന്നുള്ളത് നമ്മൾ എന്തൊരു വാക്ക് തുടങ്ങുമ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളവിടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ആക്കി കൊടുക്കാം. അടുത്തത് എന്താണ്? ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ. ഞാൻ സ്റ്റോറിൻ്റെ കൂടെയാണ് പോയതെന്നാണ് പറയുന്നത്. സ്റ്റോറിൻ്റെ കൂടെയാണോ പോവുക? സ്റ്റോറിലേക്ക്. അപ്പം നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ടു കൊടുക്കാം അല്ലേ? അടുത്തതായിട്ട് ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടു ദ ഷെൽഫാണോ? ഷെൽഫിലേക്കാണോ? അല്ലല്ലേ, ഇൻ ദ ഷെൽഫ്. അപ്പോൾ ഇന്ന് കൊടുക്കാം. ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. അങ്ങനെ വാങ്ങാൻ തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. സ്റ്റോറിൻ്റെ മുകളിലാണോ? ഓൺ എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ? സ്റ്റോറിൻ്റെ മുകളിലാണോ ഫ്രണ്ട് ഉണ്ടാവുക? അല്ല അല്ലേ, സ്റ്റോറിലാണല്ലേ. അപ്പോൾ ഇന്ന് കൊടുക്കാം അവിടെയും. അടുത്തതായിട്ട് എന്താ? മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ഗോ ബൈ ദ പാർക്ക്. അതാണ്. അപ്പം മൈ ഫ്രണ്ട് എന്നുള്ളിടത്ത് എം എന്നുള്ളത് നമുക്ക് സ്മോൾ ലെറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. അവിടെ ക്യാപിറ്റൽ ലെറ്റർ എം ആക്കി കൊടുക്കാം. പിന്നെന്താണ്? ഇൻവൈറ്റഡ് മീ ഗോ ബൈ ദ പാർക്ക് എന്നുള്ളത് പാർക്കിലേക്ക് എന്ന് വരുമ്പോൾ ടു ദ പാർക്ക് എന്നല്ലേ വേണ്ടത്. അടുത്ത എന്താണ്? ഐ വെൻറ്റ് ഫ്രം ഹെർ എന്ന്. ഇപ്പോൾ ഫ്രണ്ടിനോട് കൂടെ പോയി എന്ന് പറയുമ്പോൾ ഫ്രം ആണോ വേണ്ടത്? അല്ല അല്ലേ, വിത്ത്. ഇപ്പോൾ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് അല്ലേ വേണ്ടത്.
അടുത്തതായിട്ട് അടുത്തൊരു സെൻറ്റൻസ് തുടങ്ങുകയാണ് അല്ലേ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. അപ്പോൾ വി എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ അറ്റ് ദ ബെഞ്ച് ആണോ, ബെഞ്ചിൻ്റെ മുകളിൽ എന്നുള്ളത് അറ്റ് ആണോ വരിക? അല്ല അല്ലേ, ഓൺ ദ ബെഞ്ച്. അടുത്തതായിട്ട് എന്താണ്, ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗദർ ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഐ എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുകയല്ലേ, അപ്പോൾ അവിടെ ക്യാപിറ്റൽ ആയി കൊടുക്കണം. പിന്നെ ദ ഓറഞ്ച് പീൽ, ഓറഞ്ചിൻ്റെ തൊലി അവർ എവിടേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്? ഗാർബേജിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഗാർബേജ്, ഗാർബേജിൽ എന്ന് പറയുമ്പോൾ ഇൻ ദ ഗാർബേജ് അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി പൂർത്തിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ആക്ടിവിറ്റി 12 ആണ്. Read the sentences from the story and split them into two. One has been done for you. അപ്പോൾ ഒന്ന് നമ്മൾക്ക് ഒരു ഉദാഹരണത്തിന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് 2 സെൻറ്റൻസ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നമ്മുടെ കഥയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ്. പുതിയ ഫ്രണ്ട്സും പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് പറയാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ 2 ഭാഗമാക്കി തിരിക്കാൻ ആൻഡ് തുടങ്ങുന്നിടത്ത് നമ്മൾ കട്ട് ചെയ്യുക. അതായത് ഒന്നാമത്തത് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, അവിടെ വെച്ച് കട്ട് ചെയ്യുക, ആൻഡ് വേണ്ട. പിന്നെ അടുത്തത് യു വിൽ തന്നെ വീണ്ടും എടുക്കുക, എന്നിട്ട് ബാക്കി ഭാഗം അതേപോലെ തന്നെ എഴുതി ചേർക്കുക. യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ 2 സെൻറ്റൻസായി ആ ആൻഡ് അങ്ങ് ഒഴിവാക്കുകയും ചെയ്യുക കേട്ടോ. അടുത്തത് എന്താ തന്നിട്ടുള്ളത്? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ എന്താണ്? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി വെക്കുക, ഒരു ലൈനിൽ അത് എഴുതി വെക്കുക. അടുത്തതായിട്ട് ആൻഡ് എന്നുള്ളത് കട്ട് ചെയ്തതിന് ശേഷം യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്, അങ്ങനെ രണ്ടാമത്തെ ലൈനും എഴുതുക. അടുത്ത സെൻറ്റൻസ് എന്താണ്? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് എന്ന് വരെ എഴുതുക ഒരു ലൈനിൽ. എന്നിട്ട് ആൻഡ് കട്ട് ചെയ്തിട്ട് ഷീ കെയർഫുള്ളി റാപ്പിഡ് ഹിസ് ഫിംഗേഴ്സ്, അങ്ങനെ രണ്ടാമത്തെ സെൻറ്റൻസും എഴുതുക. പിന്നെ താഴെ കാണുന്നത് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ് എന്നുള്ളതാണ്. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതും സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത്തെ ലൈൻ എന്താ? എ ക്യൂരിയസ് റാക്കോൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. ആൻഡ് എന്നുള്ളിടത്ത് ആൻഡ് അങ്ങ് കട്ട് ചെയ്താളാ, എന്നിട്ട് ആൻഡ് വേണ്ട. അപ്പം നമ്മൾ എ ക്യൂരിയസ് റാക്കോൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് എന്ന് മാത്രം ഒരൊറ്റ ലൈനാക്കുക. അതിനുശേഷം ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, അങ്ങനെ എഴുതാം. ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. പിന്നെയോ വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജക്റ്റ്. അത്ര വരെ ഒരു വേർഡാക്കുക, ഒരു സെൻറ്റൻസ് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? എവിടെത്തി? ഡിസൈഡഡ് എന്നുള്ളിടത്ത് എന്ത്? ഇറ്റ് കൊടുക്കുക. ആൻഡ് ഒഴിവാക്കിയിട്ട് ഇറ്റ് കൊടുത്തിട്ട് ഇറ്റ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡൺ, അതുവരെ എഴുതുക. പിന്നെയോ ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് വരെ എഴുതുക. അതിനുശേഷം ആൻഡ് ഒഴിവാക്കുക. എന്നിട്ടോ സ്റ്റാർഡ് എന്നുള്ളിടത്ത് ഇറ്റ് സ്റ്റാർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ, അങ്ങനെ എഴുതാം. അതിനുശേഷം ദ റാക്കോൺസ് ഐസ് സ്പാർക്കിൾഡ് ആൻഡ് എന്നുള്ളിടത്ത് ആൻഡ് ഒഴിവാക്കുക. സ്പാർക്കിൾ വരെ എഴുതിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ആൻഡ് ഒഴിവാക്കിയിട്ട് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അത്രയാണുള്ളത്. സിമ്പിളല്ലേ? പിന്നെ ഈ ഒരു ചെറിയ കഥയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു റാക്കോണ് പിന്നെ ഒരു കാട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവന് പല പല കാഴ്ചകൾ ഇങ്ങനെ കാണാനും പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം അവന് ഷൈനി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കാണും. അത് അവന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സിലൊക്കെ ചെയ്ത് സ്റ്റാർട്ടഡ് വിത്ത് വണ്ടർ, അങ്ങനെ പുതുതായിട്ടൊരു പിന്നെ എന്താണ് കണ്ണിന് കുളിർമയേകുന്ന ഒരു കണ്ണിന് സ്പാർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോയ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ചെറിയ കഥ കേട്ടോ. അടുത്തതായിട്ട് ആക്ടിവിറ്റി 13 ആണ്. ഇതിൽ പറയുന്നത് ഷോൾ വി പ്ലേ വിത്ത് വേർഡ്സ്, കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. ഇവിടെ ക്ലൂസ് തന്നിട്ടുണ്ട്, എക്രോസ് ആയിട്ട് ഡൗൺ ആയിട്ട്. അപ്പം ഇങ്ങനെ പസിൽ ഗെയിം നമ്മൾ കുറേ കളിച്ചിട്ടുണ്ടാവില്ലേ, കുറേ ബാലരമ, പണ്ടത്തെ കളിക്കുടുക്ക, അങ്ങനെ നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. കുട്ടികളൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ.
ഞങ്ങൾ ഉമ്മമാരൊക്കെ പണ്ടേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കാം. എക്രോസ്, അതായത് എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ, അത് ഒന്നാമത്തതാണ്. ഒന്നാമത്തെ നമ്പർ എവിടെയാണ് ഈ പസിൽസിലുള്ളത്? അതാ ഫസ്റ്റ് തന്നെ കണ്ടില്ലേ. അപ്പോൾ മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് പിന്നെ മുന്നോട്ടും ബേക്കോട്ടും ഒക്കെ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 5 ലെറ്റർ ആണുള്ളത്, 5 ലെറ്റേഴ്സാണ്. അപ്പോൾ ഏതാണ്? സ്വിങ് അല്ലേ, ഊഞ്ഞാലയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ഡിജിറ്റ് സ്റ്റെപ്പ്, ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് വെക്കുന്നത് എന്താണ്? അതിനെന്താ പറയുക? സ്കാമ്പർ. അതാണ് 5ന് നേരെ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ എന്താ? 7 എന്നുള്ള നമ്പർ എവിടെ? താഴെ അല്ലേ. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്, എന്താണ്? കോസി അല്ലേ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് കോസി അല്ലേ. അപ്പോൾ COSY, അത് 7 എന്നുള്ള സ്ഥലത്ത് എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് ഡൗൺ ആണ് കേട്ടോ, താഴോട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ 2 എന്നുള്ള നമ്പറിൻ്റെ നേരെ ടു കവർ ഓർ എൻലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ, നമ്മൾ നല്ലപോലെ കവർ ചെയ്ത് വെക്കുന്നതുണ്ടല്ലോ, അതിനെന്താ പറയുക? പൊതിയുന്നതിന് റാപ്പ് അല്ലേ. അപ്പോൾ റാപ്പ് അവിടെ 2 താഴോട്ട് എഴുതി കൊടുക്കാം. അടുത്തത് 3 ആണ്. റബ് സംതിങ് ജെൻലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ എഫെക്ഷൻ, നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. മൂക്കുകൊണ്ട് നമ്മൾ ജെൻലി ആയിട്ട് നമ്മൾ ഒരു സ്നേഹം കാണിക്കുന്നതിന് എന്താ പറയുക? നസിൽഡ് അല്ലേ. നസിൽന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. 3 എന്നുള്ളിടത്തുനിന്ന് താഴോട്ട് കേട്ടോ. NUZZLE ആണ്. അടുത്തതായിട്ട് എന്താണ്? 4ാമത്തത് ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ, ഒരു പേടിപ്പെടുത്തുന്നതിന് എന്താ പറയുക? സ്കാരി. അപ്പോൾ അത് 4ാമത്തത് താഴോട്ട് എഴുതി കൊടുക്കാം. അടുത്തത് 6ാമത്തത് എൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്, കുട്ടികൾക്ക് കളിക്കുന്നതിന് എന്താ പറയുക? കളിക്കുന്ന സാധനത്തിന് എന്താ പറയുക? ടോയ് അല്ലേ. TOY, ടോയ്. അപ്പോൾ നമ്മളെല്ലാ ബോക്സും ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 1ാമത്തെ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വർക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ മിസ്സ് അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.